ഇങ്ങനെ വെറുതെ ഇരിക്കാനുള്ളതാണോ? ഞാൻ എന്തോ സാധനം തോന്നുന്നു. രാവിലെ നീസിൽ ഞാൻ താമസിച്ച ഹോളിഡേ ഇൻ ഹോട്ടലിനോട് വിട പറഞ്ഞ് രാവിലത്തെ തണുപ്പത്ത് നടന്ന് ഇറങ്ങി ട്രാം സ്റ്റേഷനിൽ ചെന്ന് അവിടെ നിന്ന് ട്രാം എടുത്ത് അതിൽ ഇരുന്ന് ഒരു 10-20 മിനിറ്റ് യാത്ര ചെയ്ത് നമ്മൾ നേരെ എത്തിയത് എയർപോർട്ടിലേക്കാണ്. ഏത് എയർപോർട്ടാണ്? നീസ് എയർപോർട്ട്. നീസ് എയർപോർട്ടിൽ നിന്ന് ഞാനിപ്പോൾ പോകാൻ പോകുന്നത് ഫ്രാൻസിലെ തന്നെ ടുളൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. എയർബസ് വിമാനങ്ങളുടെ ജന്മസ്ഥലമായ ടുളൂസിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. 14 വർഷം പഴക്കമുള്ള എയർബസ് 319 വിമാനത്തിൽ കയറി അവിടെ നിന്നൊരു മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ടുളൂസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ടുളൂസിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ എയർ ഇന്ത്യയുടെ ഇൻഡിഗോയുടെ ഒരു 320 വിമാനങ്ങൾ അവിടെ കിടക്കുന്നതാണ് ഡെലിവറിക്ക് വേണ്ടി. ജസ്റ്റ് ഞാനത് വിമാനത്തിലിരുന്ന് ഇങ്ങനെ ദൂരെ ഇങ്ങനെ കണ്ടതേ ഉള്ളൂ. എനിക്ക് സൈഡ് സീറ്റ് കിട്ടാത്തതുകൊണ്ട് അത് ശരിക്കും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. പുറത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് ഒരു എയർബസ് ബെളൂഗ പറന്നു പോകുന്നു. ഇവിടെയാണെങ്കിൽ എയർബസ് ബെളൂഗ വിമാനങ്ങൾ ഇഷ്ടം പോലുണ്ട്, ഒരു രക്ഷയില്ല. ഒരു കിഡിലൻ വിമാനത്താവളം. ഈ വിമാന പ്രാന്തന്മാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ കാണാനുണ്ട്. കുറേ, അതായത് ലോകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ വിമാനങ്ങളും ഇവിടെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ടുളൂസിൽ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു കിടില സംഭവമുണ്ട്. അവിടേക്ക് പോകാം. അങ്ങ് ദൂരെ കാണുന്നതാണ് എയർബസിൻ്റെ ഫാക്ടറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എയർബസിൻ്റെ ഫാക്ടറി ടൂറും പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇൻഡിഗോയുടെയും അതേപോലെ തന്നെ എയർ ഇന്ത്യയുടെ 2 വിമാനങ്ങൾ കിടക്കുന്നുണ്ട്. ഓരോ വിമാനങ്ങൾ, അതിനപ്പുറത്ത് SAS കിടപ്പുണ്ട്. അത് ഡെലിവറിക്ക് വേണ്ടി ഇട്ടിരിക്കുന്നതായിരിക്കും മിക്കവാറും. പിന്നെ ഇത് നമ്മൾ സാധാരണ യാത്രാ വിമാനങ്ങൾ. അപ്പോൾ രാവിലെ ഞാൻ പോയി ബാഗ് കളക്ട് ചെയ്തിട്ട് ഹോട്ടലിലുണ്ട്. ബാഗ് വെച്ചിട്ട് നമുക്ക് നേരെ എയറോസ്കോപ്പ് മ്യൂസിയത്തിലേക്ക് പോകാം. അങ്ങനെ പേരിൽ മാത്രം കേട്ടിട്ടുള്ള ആ ടുളൂസ് എയർപോർട്ടിലേക്ക് ഞാൻ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ റീസെൻ്റ്ലി നമ്മുടെ പുതിയ എയർ ഇന്ത്യയുടെ 350 വിമാനമൊക്കെ ഇല്ലേ, അതൊക്കെ ആദ്യം വന്നത് ഇവിടെ നിന്നാണ്. അതായത് ഇവിടെ നിന്നാണ് അതൊക്കെ ഡെലിവറി ചെയ്തത്. അപ്പോൾ നമ്മുടെ മിക്ക എയർബസിൻ്റെ 350 വിമാനങ്ങളും അതേപോലെ തന്നെ ചില 320 വിമാനങ്ങളും ഒക്കെ ഇവിടെ നിന്നാണ് അതിൻ്റെ കന്നിപ്പറക്കൽ ആരംഭിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക്. അപ്പോൾ ആ ടുളൂസ് എയർപോർട്ടിലാണ് ഞാൻ വന്നിറങ്ങിയിരിക്കുന്നത്. ഇവിടെ അധികം ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. എയർപോർട്ട് വലുതാണ്. ഇവിടെ 2 എയർപോർട്ടുണ്ട്. ഒന്ന് ഈ ടുളൂസ് ബ്ലാനാക്ക് എയർപോർട്ടും പിന്നെ എയർബസിൻ്റെ ആയിട്ടുള്ള ഒരു സംഭവം. എയർബസിൻ്റെ സ്ഥലത്ത് നമുക്ക് പോയി കയറാനൊന്നും പറ്റത്തൊന്നുമില്ല. അവിടെ ഫാക്ടറി ടൂറോ ഫാക്ടറി വിസിറ്റ് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ പോയി നോക്കണം. ഞാൻ നാളത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഹോട്ടലിൽ കൊണ്ട് ബാഗ് വെക്കണം. ഹോട്ടലിൽ ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട്. എങ്ങനെ പോകാൻ പറ്റും ഞാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഒരു 1 ഡേ പാസ് എടുത്ത്, ഇങ്ങനെയാണ് പാസ് ഇടുന്നത്, പേപ്പർ പാസ്സാണ്. ഇത് വെച്ചിട്ട് ഞാനൊരു ബസ്സിൽ കയറി. ഈ ബസ്സിൻ്റെ ഹോട്ടലിന് അടുത്തൂടെ പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം. ഈ 1 ഡേ പാസ് വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം മൊത്തം ഇവിടെയൊക്കെ യാത്ര ചെയ്യാം. ബസ്സിൽ കയറി ഞാൻ എൻ്റെ ഹോട്ടലിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങി. ഒരു ഇച്ചിരി നടക്കണം. ഇവിടെ ഹോളിഡേ ഇൻ ഉണ്ട്. ഈ കാണുന്ന ഹോളിഡേ ഇൻ ആണ്. ഇത് ഹോളിഡേ ഇൻ എക്സ്പ്രസ് ആണ്. ഞാൻ ഇന്ന് ഹോളിഡേ ഇൻ എക്സ്പ്രസ്സിലാണ് താമസിക്കുന്നത്. രാവിലെ ഇപ്പോൾ 10 മണി ആയതേ ഉള്ളൂ. ഇപ്പോൾ അവർ ചെക്ക് ഇൻ ചെയ്യാൻ സമ്മതിക്കില്ല. നമുക്ക് ബാഗ് ഇവിടെ വെച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ബാഗ് ഹോട്ടലിൽ വെച്ച് അപ്പോൾ ഇനി നമുക്ക് എയറോസ്കോപ്പ് മ്യൂസിയത്തിലേക്ക് പോകാം. ഇവിടുന്ന് ഒരു ട്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് മ്യൂസിയത്തിൻ്റെ അവിടേക്ക് എത്താൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 4 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ നമുക്ക് ട്രാം എടുത്തു. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് ടുളൂസ് എന്ന് പറയുന്ന എയർപോർട്ടിനടുത്താണുള്ളത്. നമ്മൾ ടുളൂസ് മെയിൻ സിറ്റി ഏരിയയിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമുക്ക് ഇപ്പം ഫസ്റ്റ് ഇവിടെ വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ എയർബസ്സാണ്. അപ്പം എന്തായാലും എനിക്ക് ബെളൂഗൊക്കെ കാണണം. ബെളൂഗ അതൊരു ഒന്നൊന്നര സംഭവമാണ്. ചിത്രങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളത്. അത് ശരിക്കും നേരിട്ടൊന്ന് കാണാൻ പറ്റുമായിരിക്കും. എന്തൊക്കെ കാണാൻ പറ്റുന്നൊന്നും എനിക്ക് അറിയത്തില്ല. പോയി നോക്കാം. ട്രാം വന്നു. ട്രാമിൽ കയറി നമ്മളെടുത്ത ടിക്കറ്റ് ഇതിനകത്ത് വാലിഡേറ്റ് ചെയ്യണം. വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാം. ഇല്ലെങ്കിൽ ചെക്കർമാർ കയറി കഴിഞ്ഞാൽ പിടിക്കും. ഇവിടെ എയർബസ്സിൽ ജോലി ചെയ്യുന്ന കുറേ മലയാളികളുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഞാൻ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. പുള്ളിക്കാരി US-ലാണ്. ഇന്ന് വൈകിട്ടേ എത്തുള്ളൂ. പറ്റുകയാണെങ്കിൽ നമുക്ക് നാളെ കാണാം. അപ്പോൾ എയർബസ്സിലും അതുപോലെ തന്നെ എയർബസ് റിലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒത്തിരി ഇന്ത്യക്കാരും മലയാളികളൊക്കെ ഉള്ള ഒരു നാടും കൂടിയാണ് ടുളൂസ്. അങ്ങനെ ഞാൻ എയറോ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് ഈ ട്രാമിൽ വന്നിറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നടന്ന് എയറോസ്കോപ്പിയ മ്യൂസിയത്തിലേക്ക് പോകാം. കണ്ട എയർബസ് 340 320 അതിൻ്റെ അപ്പുറത്ത് 318 കിടപ്പുണ്ടായിരുന്നു. ഇത് അവിടേക്ക് നമ്മൾ പോകുന്നേ. എൻ്റെ ദൈവമേ, ഞാൻ എന്തായി കാണുന്നേ, നോക്ക്. അടിപൊളി. ഇതത് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് മിക്കവാറും ഇവരുടെ പ്രോട്ടോടൈപ്പ് വിമാനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ബോഡി ചെയ്തിരിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആഹാ, പൊളിച്ച്. അതുപോലെ അവിടെ റയാൻ എയറിൻ്റെ വിമാനം ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തലയൊക്കെ മുട്ടാതെ പോണം. അവിടെ അകത്ത് ഹാങ്ങറിനകത്ത് എമിറേറ്റ്സിൻ്റെ വാല് കാണാമല്ലോ. കണ്ടോ? ഇത് കണ്ടോ?
എമിറേറ്റ്സ് ചിലപ്പോൾ മെയിൻ്റനൻസിനെല്ലാം വന്നായിരിക്കും, അല്ലെങ്കിൽ പുതിയ ഫ്ലൈറ്റ് വല്ലതും ആയിരിക്കും. പക്ഷെ ആ വാല് കണ്ടിട്ട് 380 വാല് പോലെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ട് ആ വഴി അല്ലായിരുന്നു, വഴി തെറ്റി. എന്നിട്ട് ഞാനിപ്പോൾ തിരിച്ച് വേറെ നടക്കണം, കുറെ നടക്കണം. ഞാൻ നടന്ന് എവിടെ എത്തിയില്ല ഗൈസ്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണ്. എൻട്രൻസ് ഇനിയും പോകണം. ഇതെന്തായാലും ലുക്കല്ലേ. 3 വിമാനങ്ങൾ നടക്കുന്നുണ്ടോ, 340, 320, 380, പിന്നെ ഇപ്പുറത്ത് ATR 42 കിടപ്പുണ്ട്. ATR 42 ഇത്രയും വിമാനങ്ങൾ കിടപ്പുണ്ട്. പിന്നെ അവിടെ ഏത് പറഞ്ഞ കിടപ്പുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ ഫാക്ടറിയുടെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. ഈ എയർബസ് നെതർലാൻഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇവിടെ ടുളൂസിൽ നിന്നാണ്. പിന്നെ ഇവർക്ക് ഹാംബർഗിൽ ഇവർക്കൊരു ഫാക്ടറി ഉണ്ട്. പിന്നെ ഹാംബർഗ് എന്ന് പറയുന്നത് ജർമ്മനിയിലാണ്. പിന്നെ മാഡ്രിഡിൽ, അതായത് സ്പെയിനിനടുത്ത് ഒരു ഫാക്ടറി ഉണ്ട്. പിന്നെ UK ഉണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഫാക്ടറികളുണ്ട്. പക്ഷേ ഇവരുടെ മെയിൻ പ്രവർത്തനങ്ങൾ നടക്കുന്നതെല്ലാം ഇവിടെ ടുളൂസിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരെണ്ണം കാണാം അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട്. ഇത് എയർബസ് മിലിറ്ററി 400M എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റാണ്. അതായത് ശരിക്കും ലിറ്ററലി ഒരു 380യുടെ വലിപ്പം തന്നെ ഇതിനുണ്ട് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇത് ഒരു ഗംഭീര സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ മറ്റേ പ്രൊപ്പല്ലർ ടൈപ്പ് എൻജിനാണ്. കണ്ടോ, എയർബസ് A400M. എന്ത് വലിപ്പമല്ലേ, മിലിറ്ററി എയർക്രാഫ്റ്റാണ്. എയർബസിന് എന്തൊക്കെയുണ്ട്, വിമാനങ്ങൾ മാത്രമല്ലല്ലോ, മിലിറ്ററി എയർക്രാഫ്റ്റ് ഉണ്ട്, ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. ഫൈനലി ഞാൻ എത്തിയിരിക്കുകയാണ്. ലെറ്റ്സ് വിസിറ്റ് എയർബസ്. ഇവരുടെ ടൈമിംഗ് എന്ന് പറയുന്നത് മൺഡേ ടു സാറ്റർഡേ 8 AM to 7 PM ആണ് ഇവരുടെ ടൈമിംഗ് എന്ന് പറയുന്നത്. ഈ കാണുന്ന manatour.fir എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് നേരത്തെ ടൂറൊക്കെ ബുക്ക് ചെയ്തിട്ട് വരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാം. പക്ഷേ എയർബസ് ഫാക്ടറിയിൽ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ടിക്കറ്റ് എടുത്തിട്ട് വരണം, ഇല്ലെങ്കിൽ കിട്ടൂല. എനിക്ക് ഇന്ന് എയർബസ് ഫാക്ടറി കയറാനുള്ള ടിക്കറ്റ് കിട്ടിയില്ല, എനിക്ക് നാളത്തേക്കേ കിട്ടിയുള്ളൂ. ഇതുണ്ടല്ലേ, കാറിൻ്റെയൊക്കെ ഷോറൂമിൻ്റെ മുമ്പിൽ കാറുകളൊക്കെ ഇട്ടിരിക്കുന്ന പോലെയാണ്. പഴയ കുറേ വിമാനങ്ങൾ, കണ്ടം ചെയ്ത വിമാനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ഇവിടെ. എൻ്റെ ദൈവമേ. അപ്പോൾ അതാ കിടക്കുന്നു നമ്മുടെ എമിറേറ്റ്സിൻ്റെ 380. ഇത് എന്തായാലും പുതിയതല്ല, ഇത് റീഫർബിഷ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കുകൾക്കോ ഒക്കെ വന്നതാണ്. അപ്പോൾ എയർബസിൻ്റെ ആ ഒരു ഫാക്ടറി യാർഡോ അങ്ങനെ എന്തോ പരിപാടികളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അസോസിയേഷൻ ഫോർ ദ പ്രിസർവേഷൻ ഓഫ് എയറോനോട്ടിക്കൽ ഹെറിറ്റേജ്, അവരുടെ ഒരു വർക്ക്ഷോപ്പാണ് ഈ കാണുന്നത്. ഇതിനകത്ത് €7 ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി ഇതിനകത്ത് ഈ കിടക്കുന്ന വിമാനങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് കണ്ടോ, ഇത് വിമാനത്തിൻ്റെ കല്ലറയാണോ മനുഷ്യൻ്റെ കല്ലറയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഒരു കല്ലറയൊക്കെ അവിടെ കാണാം. ഇതിനകത്തും കുറേ വിമാനങ്ങൾ ഇങ്ങനെ പുറച്ചു മൂടിയിട്ടിട്ടുണ്ട്. എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ. നിങ്ങളൊരു വിമാനപ്രാന്തനാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവിടെ വരണം. എയർ ടുളൂസ്, അത് കൊള്ളാലോ, എയർ ടുളൂസ്. അതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഭയങ്കര സംഭവമായിട്ട് അതൊക്കെ. അങ്ങനെ ഫൈനലി ഞാൻ ആ എയറോസ്കോപ്പ മ്യൂസിയത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. കുറേ നടന്നു കേട്ടോ. ഇത് വേറെ ലെവൽ ഐറ്റം കേട്ടോ. ഇതിനകത്തും പുറത്തൊക്കെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റിസപ്ഷനിൽ പോകാം. എങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി? ഇവിടെ വലിയ ആളും പേരും തിരക്കൊന്നുമില്ല. തിരക്കുണ്ടോ, ടിക്കറ്റ് എടുക്കാമോ, എങ്ങനെയാണെന്നൊക്കെ പോയി നോക്കട്ടെ. നമ്മൾ നേരത്തെ റോഡിൽ നിന്ന് കണ്ടില്ലേ ആ മിലിറ്ററി വിമാനം, അതാണിത്. അങ്ങനെ ഫൈനലി ഞാൻ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി വന്നിരിക്കുകയാണ്. ഇവിടെ എവിടെ നോക്കിയാലും വിമാനങ്ങളാണ്. നോക്കി ഇവിടെ ഇഷ്ടംപോലെ വിമാനങ്ങൾ വാങ്ങാനും കിട്ടും. ഞാൻ ആദ്യം ടിക്കറ്റ് എടുക്കട്ടെ. ഇത് കണ്ടോ, കൊച്ചു കുട്ടികൾക്കുള്ള ഒരു സംഭവങ്ങൾ. ലെഗോ ആണ് കേട്ടോ ഇത്. ലെഗോ വെച്ചുണ്ടാക്കിയ 380. ഇപ്പം ഞാൻ €10 കൊടുത്ത് മ്യൂസിയത്തിനുള്ളിൽ കയറി. മ്യൂസിയത്തിനകം കാണാനായിട്ട് €16 ആണ്. ഞാൻ നാളത്തേക്ക് എയർബസിൻ്റെ ഫാക്ടറി ടൂർ ബുക്ക് ചെയ്തുകൊണ്ട് €6 ഡിസ്കൗണ്ട് കിട്ടി. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് കിട്ടും. അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് സീ വാട്ട് ഈസ് ദെയർ. ആദ്യമേ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിമാനങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഈ എന്താ പറയുക, മനുഷ്യൻ്റെ പറക്കൽ മോഹങ്ങളെ കാണിക്കുന്ന തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ നമുക്കിവിടെ കാണാം. മനുഷ്യൻ പണ്ട് വിമാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഏതൊക്കെ തരത്തിലാണ് പറന്നിരുന്നത്, ഏതൊക്കെ രീതിയിൽ പല സംഭവങ്ങളും നടന്നിരുന്നു. ഹോട്ട് എയർ ബലൂൺസ്, വിമാനത്തിൻ്റെ ഇവല്യൂഷൻ, അപ്പോൾ പറക്കലിൻ്റെ ഇവല്യൂഷൻ, അതാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്, എൻ്റെ പൊന്നോ, നമ്മൾ പുറത്തുനിന്ന് കണ്ട വലിയൊരു ഹാങ്ങറിനകത്താണ് എത്തിയിരിക്കുന്നത്. ഇതെന്താ ഇത്? ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ പുറത്ത് ഒരു ഷോപ്പിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല പ്രൈസാണ്. മിനിമം 5000 രൂപയാണ് ഒരെണ്ണത്തിന്. ഇതുപോലത്തെയൊക്കെ കുറേ സംഭവങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ട് മുതലുള്ള ഇത് എയർബസിൻ്റെ മാത്രം ഉള്ള ഒരു മ്യൂസിയം അല്ല ഇത്. ഇവിടെ എയർബസ് ഉള്ളതുകൊണ്ട് എയർബസ് കുറച്ച് ഹൈലൈറ്റഡ് ആണെന്നേ ഉള്ളൂ. ഇത് എയറോസ്കോപ്പ മ്യൂസിയം എന്നും പറഞ്ഞുകൊണ്ട്
ഒരു വിമാനങ്ങളുടെ ഒരു മ്യൂസിയമാണ്. ഈ കാണുന്നത് 1934 ഹെൻറി മിക്നെറ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പ്രസന്റ് ചെയ്ത ഒരു ഫ്ലൈയിങ് ഡിസൈനാണ്. കണ്ടില്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇത് എന്തിൻ്റെ കോക്പിറ്റ് ആണെന്നുള്ളത്. അതായത് എയർബസ് ബെലൂഗ എന്ന് പറയുന്ന ആ ഒരു വലിയ കാർഗോ കാരിയർ. അതൊരൊന്നൊന്നര സംഭവമാണ്. അത് ഇവിടെ ടുളൂസിൽ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഇല്ല, അവിടെ എയർപോർട്ടിൽ കുറേ കിടക്കുന്ന കണ്ടായിരുന്നു. ആ എയർബസ് ബെലൂഗ വിമാനത്തിൻ്റെ കോക്പിറ്റാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ തുറന്നിട്ടാണ്, ഫ്രണ്ടിൽ കൂടെയാണ് ഇതിനകത്തേക്ക് നമ്മുടെ കാർഗോ ഒക്കെ കയറ്റുന്നത്. അത് വിശദമായിട്ട് ഞാൻ അതിനെപ്പറ്റി താഴെ പോയിട്ട് പറയാം. വിമാനങ്ങളെ പറ്റി പറയുമ്പോഴത്തേക്കിനും ഇവിടെ കാണുന്ന ചിത്രങ്ങളിലെ പല ആളുകളെയും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ക്ലെമൻ്റ് അഡർ, അതേപോലെ തന്നെ റൈറ്റ് ബ്രദേഴ്സ്, പിന്നെ ഒട്ടോ ലിയാന്തൽ എന്നൊക്കെ പറയുന്ന ഈ കാണുന്ന വ്യക്തികൾ. ഇവരുടെയൊക്കെ അന്നത്തെ ആ ഒരു റിസർച്ചും ബാക്കിയുള്ള സംഭവങ്ങളുമാണ് നമ്മളിന്ന് ഈ കാണുന്ന വിമാനങ്ങളിലൊക്കെ പറക്കുന്നത്. ഇവരൊക്കെയാണല്ലോ തുടങ്ങി വെച്ചത് അല്ലേ? ആ ഒരു എയർബസ് ബെലൂഗ എന്ന് പറയുന്ന ആ ഒരു അതിൻ്റെ ഫ്രണ്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു ഹൈറ്റ് നോക്ക്, ഇതിൻ്റെ ഹൈറ്റ്. പിന്നെ ഇതിനകത്ത് ഈ കാണുന്ന ഏരിയ ഉണ്ടോ, അതാണ് ഇതിൻ്റെ കോക്പിറ്റ്. കണ്ടോ? ഇതൊക്കെ ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് സംഭവങ്ങളായിരിക്കും. പിന്നെ ഇതിൻ്റെ താഴെ വീണ്ടും കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ കാർഗോ കംപ്ലീറ്റ് ലോഡ് ചെയ്യുന്നത്. അതായത് വലിയൊരു കണ്ടെയ്നർ ലോറി വരെ വേണമെങ്കിൽ, ഒന്നല്ല അതിൽ കൂടുതൽ ലോറി വേണമെങ്കിൽ ഇതിനകത്ത് കയറ്റിക്കൊണ്ട് പോകാൻ സാധിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്രയ്ക്ക് ഹ്യൂജാണ് എയർബസ് ബെലൂഗ എന്ന് പറയുന്നത്. എയർബസിൻ്റെ കാർഗോ ഇൻഡസ്ട്രിക്ക് അവർ ചെയ്ത വളരെ വലിയൊരു സംഭാവനയാണ് ശരിക്കും ഈ കാണുന്ന വിമാനം എന്ന് പറയുന്നത്. അല്ലേ, വിമാനത്തിൻ്റെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ തുറക്കുന്നതെന്ന് കണ്ടോ? ഇത് കണ്ട ഈ സംഭവം കണ്ടോ? അതിൻ്റെ വയറുകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇതിങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ? ഇതിങ്ങനെ ഇത്തരത്തിൽ തുറക്കാം, ഇതിങ്ങനെ ഇത്തരത്തിൽ അടയ്ക്കാം, മുകളിലേക്കും തുറക്കാം, അങ്ങനെ മുകളിലേക്കോ താഴേക്കോ അങ്ങനെ എന്തൊക്കെയോ പല സൈഡിലേക്ക് ഇത് തുറക്കാൻ സാധിക്കും. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ ഒരു വാളുണ്ട്, അതിനകത്ത് എന്തൊക്കെയോ വീഡിയോകളൊക്കെ കാണിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു വിമാനത്തിൻ്റെ ഇൻ്റർസെക്ഷൻ, അതിൻ്റെ ഉള്ളിലാണ്. കണ്ടോ? എന്ത് സ്പേസാ! അതായത് ഒരു 2 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ട് മിനിമം. അതെ, ഒരു 2 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ട്, അത്രയും തന്നെ വീതിയുമുണ്ട്. അടിപൊളി. താല്പര്യമില്ലാത്ത ഒരാൾക്ക് ഇത് കണ്ടിട്ട് പോകണമെങ്കിൽ 1.5 മണിക്കൂർ മതി. പക്ഷേ ഇതിനെപ്പറ്റി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് കണ്ടിട്ട് പോകണമെങ്കിൽ മിനിമം ഒരു ഹാഫ് ഡേ എങ്കിലും വേണ്ടി വരും. എയർബസ് സ്കൈലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇത് ശരിക്കും ഒരു ഫുൾ വിമാനമാണ് കേട്ടോ അവിടെ വെച്ചേക്കുന്നത്. ഇത് കണ്ട അടിപൊളി. ഇത് ഒരു ഫുൾ വിമാനമാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ എൻജിനാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടത് എയർബസ് ബെലൂഗ ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് ആദ്യം ഇറക്കിയ എയർബസ് സ്കൈലിങ്ക് എന്ന് പറഞ്ഞ ഒരു വിമാനമാണ്. എയർബസ് സ്കൈലിങ്ക്. ഇതിൽ നിന്നാണ് അവർ അതായത് സൂപ്പർ ഗപ്പി എന്നാണ് ഇതിൻ്റെ പേര്, എയർബസ് സ്കൈലിങ്ക് സൂപ്പർ ഗപ്പി. അപ്പോൾ അതിൽ നിന്നാണ് അവർ പിന്നീട് എയർബസ് ബെലൂഗയും എയർബസ് ബെലൂഗ എക്സൽ എന്ന് പറഞ്ഞ് വലിയ സൈസിലുള്ള വിമാനവും ഇറക്കിയത്. ഞാൻ ആക്ച്വലി ഇത് ആദ്യം അവിടെ നിന്ന് കണ്ടപ്പോൾ എയർബസ് ബെലൂഗയാണ് അതെന്ന് തോന്നി. പക്ഷേ സെയിം സംഭവമാണ്, സെയിം ഡിസൈനൊക്കെയാണ്. പക്ഷേ അതിൽ കുറച്ചും കൂടെ അവർ സ്പെസിഫിക്കേഷനിലും ബാക്കിയുള്ള കാര്യത്തിലും വ്യത്യാസം വരുത്തിയാണ് എയർബസ് ബെലൂഗ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് തുടക്കകാലത്ത് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു പ്രൊപ്പല്ലർ ടൈപ്പ് എഞ്ചിനാണ് കാണുന്നത്. എയർബസ് 300B എന്ന് പറഞ്ഞ ഒരു മോഡൽ ഇവിടെ കാണാം. എയർബസ് 310, A300-600, പിന്നെ ATR ഉണ്ട്, A320. ഇത് ATRൻ്റെ വലിയ മോഡൽ. ഇത് A340, ഇത് എയർബസ് 330. അങ്ങനെ എയർബസ് ഇതുവരെ ഇറക്കിയ എല്ലാ മോഡൽസും ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതും ഒരു ATR 72-600. പിന്നെ ഇത് A380 എയർബസ്, നമ്മുടെ 380 എയർബസ്. പിന്നെ ഇത് എയർബസ് 400 എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ മിലിറ്ററി എയർക്രാഫ്റ്റ്. പിന്നെ അസ് യൂഷ്വൽ നമ്മുടെ എയർബസ് 350-900. ഇതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് വിമാനങ്ങളിലൊന്നാണ് എയർബസ് 350 എന്ന് പറയുന്നത്. ഡ്രീം ലൈനറും എയർബസ് 350, ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനറും എയർബസിൻ്റെ 350മാണ് എൻ്റെ ഫേവറേറ്റ് വിമാനങ്ങളിലൊന്ന്. ഇത് പിന്നെ അസ് യൂഷ്വൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സാധനമാണല്ലോ 380 എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഈ ഒരു 350ആണ്. നമുക്കിവിടെ മറ്റൊരു സംഭവം കൂടെ കാണാം, കോൺകോർഡ്. അതെ, ബ്രിട്ടീഷ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ 1973 നിർമ്മിച്ച ഒരു കോൺകോർഡ് വിമാനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
പരമാവധി 100 പാസഞ്ചേഴ്സിനെ മാത്രമേ ഈ വിമാനത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നുള്ളൂ. 60,000 അടി ഉയരത്തിൽ വരെ ഇതിന് പറക്കാൻ സാധിക്കുമായിരുന്നു. 6250 കിലോമീറ്റർ വരെ ആ ഒരു റേഞ്ചിൽ പറക്കാൻ സാധിക്കുന്ന ഈ ഒരു വിമാനത്തിൻ്റെ ആകെ ഉണ്ടായിരുന്ന ഡ്രോബാക്ക് ഇത്രയും ചെറിയ പാസഞ്ചേഴ്സിനെയും വെച്ച് ഇത്രയും എക്സ്പെൻസീവായിട്ട് ട്രാവൽ ചെയ്ത് എക്കണോമിക്കൽ അല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് നിർത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 1973 ഇന്നത്തെ വിമാനങ്ങളുടെ 2 ഇരട്ടി വേഗതയിൽ പറന്നുകൊണ്ടിരുന്ന വിമാനങ്ങളുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അതിനുശേഷം വീണ്ടും നമുക്ക് ഇതുപോലൊരു വിമാനം ഇതുവരെ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയില്ല. ഈ ഒരു വിമാനത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇത് ശരിക്കും പാരീസിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക്, ന്യൂയോർക്കിലേക്ക് അടക്കം പല സ്ഥലങ്ങളിലേക്ക് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വിമാനമാണ്. ഏറ്റവും അവസാനം 1985, അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 1985 ഏപ്രിൽ 19 ഫ്ലൈറ്റ് നമ്പർ 599 എന്ന നമ്പറിൽ ഇത് ടുളൂസിലേക്ക് അവസാനമായിട്ട് പറന്നു. എന്നിട്ട് അതിപ്പോൾ ഇവിടെ ഈ മ്യൂസിയത്തിലിരിക്കുന്നു. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ കോൺകോഡിൻ്റെ ഉള്ളിലേക്ക് കയറാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കയറുന്ന 2ാമത്തെ കോൺകോഡ് വിമാനമാണ് ഇത്. നമ്മൾ ഫസ്റ്റ് കയറിയത് നമ്മൾ പണ്ട് സ്കോട്ട്ലൻഡിൽ പോയപ്പോൾ നമ്മൾ കയറിയിരുന്നു. അതും നമുക്ക് ഇതേപോലെ തന്നെയാണ് കാണാൻ സാധിച്ചത്. ഇതെല്ലാം ചില്ലും കൂട്ടിൽ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇല്ലെങ്കിൽ ആൾക്കാർ ഇത് നശിപ്പിക്കുമല്ലോ. കോൺകോഡിൻ്റെ കോക്ക്പിറ്റാണ് കാണുന്നത്. ഇതിനകത്ത് എത്ര സീറ്റുകളുണ്ടെന്ന് നോക്കിയാൽ 1, 2, 3, 4 സീറ്റോ 5 സീറ്റോ കണ്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തോരം എക്യുപ്മെൻറ്റ്സ് അതിനകത്ത് ഇരിക്കുന്നത് അല്ലേ. അൺഫോർച്ചുനേറ്റ്ലി ഇതിനകത്ത് ഇവിടെ സീറ്റ് ഒന്നും വെച്ചിട്ടില്ല. ഇതിനകത്ത് വേറെ എന്തൊക്കെ സംഭവങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതായത് കോൺകോഡിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു മ്യൂസിയം പോലെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓക്സിജൻ്റെ സംഭവങ്ങളും സേഫ്റ്റി സാധനങ്ങളും ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഇൻ്റർസെക്ഷൻ കേബിളുകളും മറ്റുമൊക്കെ കാണാം. പക്ഷേ എൻ്റെ അമ്മോ, ഇതെന്തോന്നിത്? ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ കോൺകോഡിൻ്റെ കോക്ക്പിറ്റാണ്. ആ കോക്ക്പിറ്റിൽ കാണുന്ന സംഭവങ്ങളാണ് ഈ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു വിമാനത്തിൽ 1973 ഉണ്ടാക്കിയ വിമാനത്തിൽ എന്തൊക്കെ സംഭവങ്ങളായിരുന്നു ഇരിക്കുന്നത് അല്ലേ. ഇതൊക്കെ ഇതിനകത്തെ ഒരു എക്യുപ്മെൻറ്റ്സ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ സംഭവങ്ങൾ വെച്ചാൽ വിമാനങ്ങൾ പറന്നിരുന്നത്. അങ്ങനെ കോൺകോഡിലെ സീറ്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലൊന്നും ആരും ഇരിക്കരുത്, അതിന് വേണ്ടിയാണ് ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ്. വളരെ മനോഹരമായിട്ടുള്ള സീറ്റുകൾ. പിന്നെ കോൺകോഡിൻ്റെ വാഷ്റൂം ലോക്ക്ഡാണെന്ന് തോന്നുന്നു. കോൺകോഡിൻ്റെ വാഷ്റൂം ലോക്ക്ഡാണ്. പിന്നെ അതിൻ്റെ ഡോറ് വളരെ ഇടുങ്ങിയൊരു വിമാനമായിരുന്നു. 2 4 പേർക്ക് ഇരിക്കാവുന്ന 2x2 കോൺഫിഗറേഷനിലുള്ള ഒരു വിമാനമായിരുന്നു കോൺകോഡ് വിമാനം. കോൺകോഡിൻ്റെ ഒറിജിനൽ സീറ്റുകളാണ് നമുക്ക് ഈ കാണുന്നത്. കണ്ടോ, ഒരു കാലത്ത് പറന്നുകൊണ്ട് രാജാക്കന്മാരെ പോലെ ജീവിച്ചിരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. കോൺകോഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോകാൻ പോകുന്നത് എയർബസ് 300B എന്ന് പറഞ്ഞ ഈ വിമാനം കാണുന്നതിന് വേണ്ടിയാണ്. ലോകത്തിലെ ആദ്യത്തെ ട്വിൻ എൻജിൻ ഡബിൾ ഐൽ എയർക്രാഫ്റ്റാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ ട്വിൻ എൻജിൻ വൈഡ് ബോഡി വിമാനം അതായിരുന്നു എയർബസ് 300B എന്ന് പറയുന്നത്. ട്വിൻ എൻജിൻ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു എൻജിൻ ഇപ്പുറത്തും ഒരു എൻജിൻ അപ്പുറത്തും, അതിനാണ് ട്വിൻ എൻജിൻ എന്ന് പറയുന്നത്. ആ കോൺകോഡ് എനിക്ക് ഇവിടെ നിന്ന് കണ്ടിട്ട് അങ്ങോട്ട് എൻ്റെ പൊന്നോ, റോൾസ് റോയ്സിൻ്റെ എൻജിനൊക്കെ വെച്ചിട്ടായിരുന്നു കോൺകോഡ് ഇറക്കിയിരുന്നത്. ആ കോൺകോഡ് എന്താ ലുക്കല്ലേ, രക്ഷയില്ല, അസാധ്യ ലുക്കാണ്. അതേ മേളിൽ ഒരാൾ കിടപ്പുണ്ട് ഇതെല്ലാം കണ്ടോണ്ട്. താഴെയും കുറേ കുഞ്ഞു വിമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എയർബസ് 300Bക്ക് ഉള്ളിലേക്ക് കയറാം. ആ ഒരു വിമാനത്തിൻ്റെ ഇൻ്റർസെക്ഷൻസ് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതിന് ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഇൻസ്റ്റലേഷനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ നമുക്കിതൊക്കെ കണ്ട് മനസ്സിലാക്കാം. എയർബസ് 300Bയുടെ കോക്ക്പിറ്റാണ് നമുക്ക് കാണുന്നത്. ഇതിനകത്ത് 1, 2, 3 ഇവിടെ ഒരു സീറ്റുണ്ട്, അവിടെ ഒരു സീറ്റുണ്ട്. മൊത്തം 4 സീറ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്തും കുറേ എക്യുപ്മെൻറ്റ്സും ബാക്കിയുള്ള സംഭവങ്ങളും അതൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മളിരിക്കുന്ന ആ ഒരു ഏരിയ, സീറ്റുകളൊക്കെ വരുന്ന ഒരു സ്പേസാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇതിനകത്ത് ഇവിടെയാണ് സീറ്റുകൾ വരുന്നത്. ഇതിങ്ങനെ ഒന്നുകിൽ 2x2 അല്ലെങ്കിൽ 3x3x3 അങ്ങനെ പല കോൺഫിഗറേഷനിൽ സീറ്റുകളിങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ എങ്ങനെയാണെന്നാണ് നമുക്കിവിടെ കാണുന്നത്. കണ്ടോ, നമ്മുടെ ബാഗും കാര്യങ്ങളും നമ്മുടെ ലഗേജൊക്കെ വരില്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ മറ്റേ കാർഗോ കൊണ്ടുപോകുന്ന ബോക്സുകളാണ്. അപ്പോൾ നമ്മുടെ ലഗേജും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിരിക്കുന്നതിൻ്റെ അടിയിൽ ഇത്തരത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. കണ്ടോ, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് 2x4x2 സീറ്റിംഗ് ലേഔട്ടിലായിരുന്നു ഇതിൻ്റെ സീറ്റുകൾ വന്നിരുന്നത്. അന്താ കാലത്തെ എക്കണോമിയിലെ സീറ്റുകളൊക്കെ നോക്കി, പഴയ വിമാനങ്ങളിലൊക്കെ എത്ര അടിപൊളി സീറ്റുകളായിരുന്നു അല്ലേ. ഇപ്പോൾ വരുന്ന സീറ്റുകളൊക്കെ എന്ത് കച്ചറയല്ലേ സത്യം പറഞ്ഞാൽ. ഇതിങ്ങനെ എക്കണോമിക്കലാക്കുന്നതിന് വേണ്ടി സീറ്റിൻ്റെ വെയിറ്റ് കുറച്ചും അതേപോലെ തന്നെ മാക്സിമം സീറ്റുകൾ കുത്തിത്തിരിക്കുകയൊക്കെയാണ് ഇതിങ്ങനെ വൃത്തികളാക്കുന്നത്. പിന്നെ വേറൊരു സംഭവം, വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഇതിൻ്റെ ബിസിനസ് ക്ലാസ് വരുന്നത് പുറകിലാണ്. കേട്ടോ,
പണ്ടത്തെ ബിസിനസ് ക്ലാസ് സീറ്റുകളാണ്. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു വിമാനങ്ങളുടെ പുറകിലായിരുന്നു തോന്നുന്നു ബിസിനസ് ക്ലാസ് സീറ്റുകൾ വന്നിരിക്കുന്നത്. അത് പിന്നീട് എങ്ങനെയാണ് മുന്നിലേക്ക് മാറിയതെന്ന് എനിക്കറിയത്തില്ല. പണ്ടത്തെ ഒരു ബിസിനസ് ക്ലാസ് സീറ്റാണ് നമുക്ക് ഈ കാണുന്നത്. കണ്ടോ, ഇതെന്താ സംഭവം? ഇതെന്ത് പ്രൈവറ്റ് ജെറ്റ് പോലെയൊക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇവർ ഡെമോൺസ്ട്രേഷന് വേണ്ടി വെച്ചിരുന്നതാണോ അതോ ഇനി ഫസ്റ്റ് ക്ലാസ് ഡൈനിങ് ഏരിയ ആയിരുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് വിമാനത്തിൻ്റെ ഉള്ളിലാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. വിമാനത്തിൻ്റെ ഉള്ളിൽ ഒരു ബെഡ്റൂം വരെ ഇവരിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടല്ലോ. ബെഡ്റൂമുണ്ട്, ഷവറുണ്ട്, അടിപൊളി. ഇതൊരു പാൻട്രി ഏരിയ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ദൈവം, ഇതൊക്കെ വിമാനത്തിനുള്ളിലാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. അടിപൊളി. ഈ ഒരു വിമാനത്തിനുള്ളിലാണ് നമ്മളിപ്പോൾ ഇത് കണ്ടത്. അപ്പോൾ കോൺകോഡും നമ്മുടെ എയർബസ് 300B. അങ്ങനെ 300B വിമാനത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇത് ഭയങ്കര സംഭവമാണ്, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ കയറി എയർബസ് 300B4 വിമാനം 1983 ആണ് ഇതാദ്യമായിട്ട് പറന്നത്. പാൻ അമേരിക്കൻ കമ്പനിയുടെ കയ്യിലായിരുന്നു ഈ വിമാനം. അതിനുശേഷം 2005 മാർച്ചിൽ ഇത് റിട്ടയർഡായി. 30,621 മണിക്കൂർ ഈ വിമാനം പറന്നു. 14,483 ലാൻഡിങ് ഈ വിമാനം നടത്തി. ഇങ്ങനെ വിമാനങ്ങളെല്ലാം കണ്ട് ഞാനിങ്ങനെ എയറോസ്കോപ്പ് മ്യൂസിയത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം മാത്രമല്ല, ഇനി പുറത്തിറങ്ങി കാണാനുണ്ട് ഇഷ്ടം പോലെ. താഴെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ആ കോൺകോഡ് വീണ്ടും കാണാം. സുഹൃത്തുക്കളെ നോക്കൂ, കോൺകോഡ് മാത്രമല്ല ഇവിടെ കുറേ ഹെലികോപ്റ്റേഴ്സും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും വായിച്ച് മനസ്സിലാക്കാം. ഇതൊക്കെ ഏതാണ് എങ്ങനെയാണെന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കാം. പണ്ട് കാലത്തെ ഒരു ഹെലികോപ്റ്ററാണ് അവരിങ്ങനെ ഇവിടെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഒന്നല്ല, കുറേ ഉണ്ട്. കുറേ ഹെലികോപ്റ്ററുകളാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻസ് അടക്കം കൊടുത്തിട്ടാണ് എല്ലാ സംഭവങ്ങളും വെച്ചിരിക്കുന്നത്. എയർബസിൻ്റെ ഒരു എന്താ പറയുക, കോർവെറ്റ് എന്ന് പറഞ്ഞ എന്തോ ഒരു മോഡലിലുള്ള ഒരു വിമാനമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ഇതിൻ്റെ എൻജിൻ കണ്ടോ, മിസൈൽ പോലെ ഉണ്ടല്ലേ. നോക്കി, ഹായ് 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 ബൈ ബൈ. അയ്യോ കഷ്ടം. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരി ഹായ് പറഞ്ഞ്. അന്നേരം ഞാൻ ക്യാമറ തിരിച്ചില്ല. അപ്പോൾ ബാക്കി കൂട്ടുകാർ കളിയാക്കി ചിരിച്ചു. അതാണ് ഞാൻ ക്യാമറ തിരിച്ചത്. ഏതൊക്കെ വിമാനങ്ങൾ വന്നാലും, ഏത് 380 വന്നാലും, ഏത് ബെളൂഗ വന്നാലും നമ്മുടെ കോൺകോഡ് അണ്ണൻ്റെ ഒപ്പം മുട്ടി നിൽക്കാൻ ഒരുത്തനും ഇതുവരെ പറ്റിയിട്ടില്ല. അതാണ് കോൺകോഡ്. ഇത് കണ്ടോ, ഇത് മറ്റേ തടിയുടെ ബ്ലേഡാണ്, ഒറിജിനൽ ബ്ലേഡാണേ. ഇങ്ങനത്തെ ഒരു ബ്ലേഡ്, ഒറിജിനൽ ബ്ലേഡ് പുറത്ത് മ്യൂസിയത്തിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കേവലം 25,000-30,000 രൂപയ്ക്കേ ഉള്ളൂ. കേവലം കുറച്ച്. നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് ഫാൽക്കൺ എന്ന് പറഞ്ഞ ഒരു വിമാനമാണെന്ന് തോന്നുന്നു. FZACB എന്താണ് ഫാൽക്കൺ? ഫാൽക്കണിൻ്റെ ഒരു പ്രൈവറ്റ് ജെറ്റോ അങ്ങനത്തെ എന്തൊരു സംഭവമാണ്. ജെറ്റ് എഞ്ചിനാണ്. ഇങ്ങനത്തെ 2 ട്വിൻ എഞ്ചിനുള്ള സംഭവം. പിന്നെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ റോൾസ് റോയ്സ് എഞ്ചിൻ്റെ അടിയിലാണ്. നമ്മുടെ കോൺകോഡ് വിമാനത്തിൻ്റെ റോൾസ് റോയ്സ് എഞ്ചിൻ്റെ അടിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നോക്കൂ, ഇത് എന്ത് വലിപ്പമല്ലേ! ഇത് ശരിക്കും നമ്മൾ അകത്തുനിന്ന് കാണുന്ന പോലെ അല്ല ഈ വിമാനം. സാധാരണ വിമാനങ്ങൾക്ക് മൊത്തത്തിൽ ഇങ്ങനെ നടുവിലല്ലേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ ഒരു പക്ഷിയുടെ ചിറക് പോലെയാണ് ഇതിൻ്റെ സംഭവം. അത്രയും വൈഡാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ താഴ്ഭാഗം എന്ന് പറയുന്നത്. അത്ര വൈഡാണ്. കണ്ടോ എന്ത് വൈഡാന്ന് നോക്ക്. എൻ്റെ ദൈവം, എനിക്കൊന്ന് റോൾസ് റോയ്സിൻ്റെ 4 എഞ്ചിനാണ് ഇതിനകത്ത് വെച്ചിരുന്നത്. കണ്ടോ, ഇതിവിടെ 2 എഞ്ചിനും അപ്പുറത്ത് 2 എഞ്ചിനും വെച്ചിട്ട് മൊത്തം 4 എഞ്ചിൻ വെച്ചിട്ടാണ് ഈ വിമാനം ഓടിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ സാധാരണ വിമാനത്തിന് ലാൻഡിങ് ഗിയറും പിന്നെ ഫ്രണ്ടിലൊരു ഗിയറും അല്ലേ കാണുന്നത്, നോസിൻ്റെ അവിടെ. പക്ഷേ ഇതിൻ്റെ ഇവിടെ താഴെ ഒരു ഗിയർ കാണാം. ഇതെന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്തിനാണ് ഈ ഗിയർ ഇവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെ ഇൻ്റർസെക്ഷൻസ് കാണാൻ സാധിക്കും. ഇത് വിമാനത്തിൻ്റെ ബോഡി, പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഇൻസുലേഷൻ, പിന്നെ നമ്മൾ കാണുന്ന ആ ഒരു ജനലുണ്ടല്ലോ, ആ ജനലിൻ്റെയൊക്കെ ഇടയ്ക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് വരുന്നത്, പിന്നെ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളും AC വെൻറ്റും ഒക്കെ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയുള്ളൊരു ഇൻ്റർസെക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എൻജിൻ്റെ ഇൻ്റർസെക്ഷനും വെച്ചിട്ടുണ്ട്. ആ ഒരു എൻജിൻ, എൻ്റെ പൊന്നോ, ഇത് ബ്ലേഡൊക്കെ നോക്കി എന്തല്ലേ, എന്ത് വെയിറ്റാണെന്നറിയാതെ തന്നെ. ഞാൻ തൊട്ടിട്ട് അനങ്ങൂല അത്. അതിൻ്റെ ഒരു ഇൻ്റർസെക്ഷൻ നോക്കി. പിന്നെ ഇതുപോലത്തെ കുറച്ച് ഫൈറ്റർ ജെറ്റുകൾ പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ചെറുതും അതേപോലെ തന്നെ വലുതുമായിട്ടുള്ള കുറേ പട്ടാളക്കാർക്ക് വേണ്ടി നിർമ്മിച്ച വിമാനങ്ങളുടെ മാതൃകയിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അമേരിക്കയിലുണ്ടാക്കിയ വോട്ട് ക്രൂസൈഡർ എന്ന് പറഞ്ഞ ഒരു വിമാനമാണ് ഈ കണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ കയറിയ നമ്മുടെ എയർബസ് 300B, പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് മറ്റൊരു എയർക്രാഫ്റ്റ് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം മറ്റേ സൂപ്പർ ഗപ്പി, സ്കൈലിംഗ് സൂപ്പർ ഗപ്പി.
ഇത് ഗംഭീര സംഭവം കേട്ടോ. പക്ഷേ ഇതിലും വലുതാണ് ബെളൂഗ. ബെളൂഗ എന്ന് പറയുന്നത് യമണ്ട സാധനമാണ്. ആ ബെളൂഗ നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതിനകത്തുനിന്ന് കയറാൻ പറ്റുമായിരുന്നെങ്കിൽ വീണ്ടും അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്നറിയോ? ഇതിൻ്റെ ബാക്ക് ഒട്ടിയിരിക്കും, പിന്നെ നടുക്ക് ഇങ്ങനെ വീർത്തിരിക്കും. ഒരു ഗർഭിണിയെ പോലെ ഇങ്ങനെ ഇരിക്കുന്നതിൽ വയറ് മാത്രം വീർത്തിരിക്കത്തില്ലേ ഗർഭിണികൾക്ക്, അതേപോലെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. കാലും തലയും നോർമലി, വയറ് മാത്രം ഇങ്ങനെ വീർത്തിരിക്കും. ഒരു ഗപ്പി ഷേപ്പ്. അതാണ് ഒരു സാധാരണ വിമാനം പ്രഗ്നൻ്റ് ആയ എങ്ങനെ ഇരിക്കും, അതാണ് നമ്മുടെ എയർബസ് സ്കൈലിങ്ക്. ശരിയല്ലേ പറഞ്ഞത്? കറക്റ്റ് അല്ലേ പറഞ്ഞത്? എന്തായാലും സംഭവം അടിപൊളിയാണ്. ഈ ഒരു ഹാങ്ങറിൻ്റെ അകത്ത് കുറേ ചെറുതും വലുതുമായിട്ടുള്ള വിമാനങ്ങൾ ഇവരിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്ത് വലിയ ഹാങ്ങറാണെന്നറിയോ? പിന്നെ ഇവിടെ കുറേ സംഭവങ്ങളിങ്ങനെ നമുക്ക് കാണാനുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നടന്ന് ക്ഷീണിക്കുകയാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി ബിസിനസ് ക്ലാസ് സീറ്റുകൾ ഇട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ, ഞാൻ കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ പുറത്ത് വീണ്ടും ഒരു കോൺകോഡ് കിടപ്പുണ്ട്. എയർ ഫ്രാൻസിൻ്റെ കോൺകോഡായിരുന്നു. എയർ ഫ്രാൻസ് ഒക്കെ ശരിക്കും കോൺകോഡ് വിമാനങ്ങൾ വളരെ മികച്ച രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. പാരീസ് ന്യൂയോർക്ക് സെക്ടറിലാണ് അവർ ഏറ്റവും കൂടുതൽ ഓടിച്ചുകൊണ്ടിരുന്നത്. ആ എയർ ഫ്രാൻസിൻ്റെ ഒരു കോൺകോഡ് റോൾസ് റോയ്സിൻ്റെ എൻജിൻ, റോൾസ് റോയ്സിൻ്റെ സ്നെഗ്മ ഒളിമ്പസ് 593 എൻജിൻ ഉപയോഗിച്ചിരുന്നതാണത്. അതിങ്ങനെ ഇവിടെ ഇങ്ങനെ തലയെടുപ്പോടെ കിടപ്പുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കയറാൻ പറ്റത്തില്ല, അത് പണ്ട് കയറാൻ പറ്റുമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് എയർ ഇൻറ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഏതോ ഒരു കമ്പനിയുടെ ഒരു വിമാനം കിടക്കുന്നത് കാണാം. പിന്നെ ഇവിടെ വേറെ ഒരു സാധനം. ഇതെന്ത് സാധനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേയുടെ താഴെയൊന്നും അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇതിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് എന്താണിത് മനസ്സിലാവുന്നില്ലല്ലോ. ഏതോ ഒരു രാജ്യത്തിൻ്റെ പട്ടാളത്തിന് വേണ്ടി, പട്ടാളക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വിമാനമാണ്. എയർബസ് തന്നെയാണെന്നാണ് തോന്നുന്നത്. 1976 എയർ ഫ്രാൻസിന് ഡെലിവറി ചെയ്ത വിമാനമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അവസാനത്തെ പറക്കൽ എന്ന് പറയുന്നത് 2003 ജൂണിലായിരുന്നു. അത് പാരീസിൽ നിന്നും ഈ ബ്ലാക്ക് നാക്ക് ടുളൂസ് എയർപോർട്ടിലേക്കാണ് അത് അവസാനമായിട്ട് പറഞ്ഞത്. അന്ന് ധാരാളം VIP ഇതിനകത്തുണ്ടായിരുന്നു. ഈ പാരീസിൽ നിന്ന് ഇവിടേക്ക് ശരിക്കും ഒരു 1 hour താഴെ ഫ്ലൈയേ ഉള്ളൂ. പക്ഷേ ഇത് അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ അത്യാവശ്യം നന്നായിട്ട് ഒരു ലൂപ്പൊക്കെ എടുത്ത് നല്ലൊരു കറക്കമൊക്കെ കറങ്ങി ആണ്, ഒരു 2-2.5 മണിക്കൂർ കറക്കിയിട്ടാണ് ഇത് ശരിക്കും ഇവിടെ അവസാനമായിട്ട് കൊണ്ട് ലാൻഡ് ചെയ്യിച്ചത്. അവസാനം ഓടിച്ച പൈലറ്റ് അങ്ങ് അർമാദിച്ച് കാണും അല്ലേ പുള്ളി. ഇനിയിപ്പോൾ ഓടിക്കാൻ കിട്ടിയാലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഇതുകൊണ്ട് അങ്ങ് അർമാദിച്ച് കാണും. എന്താ, അതൊക്കെ ഒരു ചരിത്ര സംഭവമാണ്. ഇതാണ് നമ്മളിപ്പോൾ കയറി ഇറങ്ങിയ ആ ഹാങ്ങർ. ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഈ കാണുന്ന വിമാനങ്ങളെല്ലാം. കാണുന്ന പോലെ അല്ല, ഭയങ്കര വലിപ്പോട്ടോ. ഇവിടെ കോൺകോഡിൻ്റെ ഒരു സിമുലേറ്റർ ഇരിപ്പുണ്ട്. ഇത് നമുക്ക്, ഇത് മറ്റേ ഫങ്ഷനിങ് സാധനമാണോ, ഒറിജിനലാണോ, വർക്ക് ചെയ്യുമോ? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു സിമുലേറ്റർ കോൺകോഡിന്. ഇത് പണ്ട് കോൺകോഡിൻ്റെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സിമുലേറ്ററാണത്. അതിവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അടിപൊളി. എന്തിനായിരിക്കും ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? പക്ഷേ എന്താ ദൈവം, ഇതാണ് ബേസിക്കലി സിമുലേറ്റർ. അതായത് ഈ വിമാനങ്ങൾ, പുതിയ വിമാനങ്ങളെ ഇറക്കുന്നതിന് മുമ്പ് അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി പൈലറ്റുമാരെ ഇതിനകത്ത് കൊണ്ട് നിർത്തി പഠിപ്പിക്കും. അതായത് ശരിക്കും വിമാനം പറക്കുന്ന പോലെ ഇതിങ്ങനെ ഫീൽ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണിത്, സിമുലേറ്റർ. അപ്പോൾ ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നല്ലേ? നമ്മൾ വരുന്ന വഴിക്കൊക്കെ നമ്മൾ റോഡിൽ നിന്ന് കണ്ട ആ വിമാനങ്ങളുടെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. യെസ്, നമ്മുടെ 380 വിമാനം ഇവിടെ കിടപ്പുണ്ട്. പിന്നെ എൻ്റെ ഇപ്പുറത്ത് ATR വിമാനം കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ ATR. ഈ ATRനകത്ത് കയറാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ സാധാരണ ATR, നമ്മൾ ഇൻഡിഗോയ്ക്കൊക്കെ ഉള്ള ആ ഒരു സാധാരണ ATR. ഇത് ATR 600 ആണ്. 380 വിമാനം. പക്ഷേ എൻ്റെ പൊന്നു, ഇതൊരു ഒന്നൊന്നര സംഭവം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് ആദ്യം താഴെ നിന്ന് ഇങ്ങനെ മൊത്തത്തിലൊന്ന് കാണാം. 380 വിമാനം. പണ്ട് മാൽഡീവ്സിൽ നിന്ന് ഞാൻ ദുബായിലേക്ക് ഫ്ലൈ ചെയ്ത സമയത്താണ് നടന്ന് വന്ന് 380 വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. കാരണം മാൽഡീവ്സ് അന്ന് എന്തോ 380 കണക്ട് ചെയ്യാനുള്ള മറ്റേ എയറോ ബ്രിഡ്ജ് ഇല്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ 380 വിമാനമാണ് എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത്. കണ്ടാ, പൊളിച്ചില്ലേ? അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ പാസഞ്ചർ വിമാനത്തിന്റെ മുമ്പിലാണ് സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത്. എയർബസ് A380. നമ്മൾ ഈ കാണുന്ന എയറോസ്കോപ്പിയയുടെ A380, അതായത് MSN 002 എന്നാണ് ഇതിന്റെ പേര്. ഈ ഫ്ലീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇവർ പരീക്ഷണങ്ങൾ നടത്തുമല്ലോ. ആ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ 5 എയർക്രാഫ്റ്റുകളിൽ ഒന്നാണ് ഇത്. അതായത് ഈ യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി എന്ന് പറഞ്ഞൊരു ഏവിയേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഏജൻസികളുണ്ട്. ഈ ഏജൻസികളുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രം
മാത്രമേ ഈ വിമാനങ്ങളൊക്കെ നമുക്ക്, പ്രത്യേകിച്ച് പാസഞ്ചർ വിമാനങ്ങളൊക്കെ നമുക്ക് നിരത്തിലിറക്കാൻ പറ്റുള്ളൂ. നിരത്തിലെന്ന് പറഞ്ഞാൽ ആകാശത്തിലിറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അപ്രൂവലിന് വേണ്ടി നിർമ്മിച്ച പ്രോട്ടോടൈപ്പ് വിമാനങ്ങൾ കഴിഞ്ഞിട്ട് നിർമ്മിച്ച ഒരു സെറ്റ് ഓഫ് വിമാനങ്ങളിലൊന്നാണ് ഇത്. 18 ദിവസം കൊണ്ട് 152 മണിക്കൂർ പറന്നിട്ടുണ്ട് ഈ വിമാനം. 1,28,000 കിലോമീറ്റർ, അതായത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളുള്ള 10 എയർപോർട്ടുകളിലായിട്ട് 1,28,000 കിലോമീറ്ററുകൾ ഈ വിമാനം പറത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതിനുശേഷം പല സ്ഥലങ്ങളിലായിട്ട് 94 പറക്കലുകൾ ഇത് നടത്തിയിട്ടുണ്ട്. 2012 അവസാനമായിട്ട് ഇത് പറന്നത്. അത് ഇവിടേക്ക് തന്നെയായിരുന്നു. മൊത്തം 510 മണിക്കൂർ ഈ വിമാനം പറന്നിട്ടുണ്ട്. അത്രയും പറന്നിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് ഈ വിമാനങ്ങളൊക്കെ ഇത്രയും എക്സ്പെൻസീവ് ആവുന്നതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്, ഇതുപോലൊരു വിമാനം, എത്ര വിമാനം, 4-5 വിമാനങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് ബാക്കിയുള്ള സംഭവങ്ങൾ നടത്തി വേണ്ടേ ശരിക്കും പിന്നീട് വലിയ വിമാനങ്ങൾ റെഡിയാക്കി ഇറക്കാനായിട്ട് അല്ലേ. അപ്പോൾ അത്രയും ഇതൊക്കെ ഉണ്ടാക്കണ എത്ര കോസ്റ്റ് വേണം. അപ്പോൾ 4-5 വിമാനങ്ങൾ വെറുതെ ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ ഈ വണ്ടികളൊക്കെ ഇറക്കിയിട്ട് ക്രാഷ് ടെസ്റ്റൊക്കെ നടത്തി ഇടിച്ച് കളയത്തില്ലേ, അതേപോലെ തന്നെ ഇതിന് പിന്നെ ക്രാഷ് ടെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ക്രാഷ് ടെസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നില്ല. വിമാനത്തിൽ ക്രാഷ് ടെസ്റ്റ് ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് പരിപാടി എന്ന് അറിയത്തില്ല. പക്ഷേ എന്നാലും ഇതൊരു ഗംഭീര സംഭവം കേട്ടോ. ഇതിനകത്ത് എൻജിനൊന്നുമില്ല. ഇതിന് തന്നെ ഒരു നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ട് ഈ ഒരു എൻജിൻ്റെ ആ ഒരു വലിപ്പത്തിന്. അമ്മാതിരി വലിപ്പമാണ് ഈ സാധനത്തിന്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു 380 ഇത്രയും അടുത്ത് ഇങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ നടന്ന് ഇങ്ങനെ കാണുന്നത്. കണ്ടോ, ഇതൊരു ഗംഭീര സംഭവം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ഈ 380യുടെ മുകളിലത്തെ നിലയിൽ പോയിട്ടില്ല. എമിറേറ്റ്സിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്കണോമിയിലാണ് യാത്ര ചെയ്തത്. ഇതിൻ്റെ ബിസിനസ് ക്ലാസ്സിലോ ഫസ്റ്റ് ക്ലാസ്സിലോ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാനത് എന്തായാലും ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ അങ്ങ് നമ്മുടെ ടുളൂസ് എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ചറവറ വിമാനങ്ങളിങ്ങനെ പൊങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ പണ്ടൊക്കെ പറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിമാനങ്ങളിൽ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1987 എയർബസ് ആദ്യമായിട്ട് ഈ എയർബസ് A320 എന്ന് പറഞ്ഞ ആ മോസ്റ്റ് സക്സസ്ഫുൾ വിമാനം നിരത്തിലിറക്കുന്നത്. ഈ വിമാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഫ്ലൈയിങ് ആ ഒരു വിങ്സിൽ ടിപ്പില്ലാത്ത ഒരു ഇതാണ്. ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇതിൻ്റെ വിങ്സിൽ കണ്ടില്ലേ, ആ ഒരു ടിപ്പ് കണ്ടോ, ആ ടിപ്പ് പോലത്തെ ഒരു ടിപ്പ് ഈ ഒരു എയർബസ് 320 111 എന്ന് പറഞ്ഞ ഈ മോഡലിനില്ല. അതിനുശേഷം പിന്നീട് ഇത് ഡിസൈൻ ചെയ്താണ് ഇപ്പം നമ്മൾ കാണുന്ന 320 എന്ന് പറയുന്ന ആ ഒരു മോസ്റ്റ് സക്സസ്ഫുൾ വിമാനം ഇവർ നിരത്തിലിറക്കിയത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കിയ ആ ഒരു വിമാനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 2016 ഇതിൻ്റെ അവസാനത്തെ പറക്കൽ. തൊട്ടിപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എയർബസ് 340-600 എയർബസ്, അതായത് 350 ഒക്കെ വരുന്നതിന് മുമ്പ് 350യെ കാട്ടി മുന്നേ ഇറക്കിയ ഒരു മോഡലാണ് 340 എന്ന് പറയുന്നത്. ഇത് അധികം ഇറങ്ങിയിട്ടില്ല. ഇത് അധികം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡൽ അല്ലെന്ന് തോന്നുന്നു. ഇതിന് ശേഷമാണ് പിന്നീട് 350 വിമാനങ്ങൾ ഇറങ്ങിയത്. 330 പിന്നെയും കുറേ ഓടിയിട്ടുണ്ട്. 340 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലുള്ളൊരു വിമാനം ഞാൻ അധികം കണ്ടിട്ടില്ല. എയർബസ് 340, 320, പിന്നെ ATR 380 എന്തൊക്കെ വിമാനങ്ങളാണ് ഫോണടിക്കുന്നത്. ഒരു 350 കൂടെ വെക്കണമായിരുന്നു. ചിലപ്പോൾ 350 കുറച്ച് ആൾ കഴിയുമ്പോൾ ഇവിടെ കൊണ്ട് വെക്കും. അങ്ങനെ നമ്മൾ ആ എയറോ ബ്രിഡ്ജിലൂടെ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കുക 380യുടെ മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ. യെസ്, അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിൽ കയറാൻ പോവാണ് സുഹൃത്തുക്കളെ. അടിപൊളി. എൻ്റെ ദൈവമേ, അയ്യോ ഇതിനകത്തൊന്നുമില്ല, സീറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ട്, സീറ്റൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം പരിപാടി. ചൂസ് ഫ്ലൈ ലവ് A380. അപ്പോൾ ഇതിനകത്ത് A380യിൽ യാത്ര ചെയ്ത കുറേ സെലിബ്രിറ്റീസിൻ്റെ അവരുടെയൊക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പല ആൾക്കാരുടെയും എടുത്ത സെൽഫീസും മറ്റൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 380യിൽ നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാം. അതായത് നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ആ 380യുടെ ഇൻ്റർസെക്ഷൻ കാണാം കേട്ടോ ഇവിടെ. അടിപൊളി. നമ്മുടെ കിരൺ റോ ഒക്കെ പറത്തുന്ന ഫ്ലൈറ്റാണ്. എന്താ പൊന്നു, എന്താ അല്ലേ സംഭവം ഇത്. ഇതിൻ്റെ അടിയിലത്തെ മറ്റേ ലഗേജ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നി കാണുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ക്രൂ ബങ്ക് എന്ന് പറയുന്നത്. അതായത് ക്രൂവിന് റെസ്റ്റ് എടുക്കുന്ന സ്ഥലം. അതായത് ഈ പൈലറ്റുമാർക്ക് അവർക്ക് ഉറങ്ങാൻ വേണ്ടിയുള്ള ബങ്കറാണ് ഈ കാണുന്നത്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കിന് ഇതാണ് ഇതിൻ്റെ കോക്ക്പിറ്റ്. നമ്മുടെ 380യുടെ കോക്ക്പിറ്റാണ് ഈ കാണുന്നത്. നോക്ക് എത്ര സിമ്പിളാക്കിയല്ലേ. നമ്മൾ ആ മറ്റേ കോൺകോഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ പുതിയ വിമാനങ്ങളൊക്കെ ഇപ്പം എല്ലാം എന്താ പറയുക മോഡേണൈസ്ഡ് ആയിട്ട് വളരെ മികച്ച രീതിയിലേക്ക് മാറ്റി.
ഈ കാണുന്നത് ഈ കോക്പിറ്റിനകത്തേക്ക് ഈ പൈലറ്റുമാർക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോഡാണ്. ഒരു വിമാനത്തിൽ ഒരു കോഡുണ്ടാവും, ആ കോഡ് അടിച്ചിട്ട് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇവരുടെ മറ്റേ റെസ്റ്റ് എടുക്കുന്ന സ്ഥലം. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ക്രൂ ഒക്കെ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സ്ഥലം. അതായത് ഇവിടെ ഒരാൾക്ക് കിടക്കാം, ഇവിടെ ഒരാൾക്ക് കിടക്കാം. ഇതിനകത്ത് 1, 2, 3 സീറ്റാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു സീറ്റുണ്ട്. മൊത്തം ഇവിടെ ഈ കാണുന്നതാണ് രണ്ടാമത്തെ. ഈ കാണുന്നതാണ് പൈലറ്റിൻ്റെയും കോ പൈലറ്റിൻ്റെയും സീറ്റ്. പൊളിയല്ലേ? ഇതിൻ്റെയൊക്കെ ഉള്ളിലൂടെ എന്തൊക്കെ സംഭവങ്ങളാണ് പോകുന്നത് നോക്കി, എന്തോരം വയറുകളാണ് കാണുന്നത്, എന്തൊക്കെ പരിപാടികളാണെന്ന് നോക്കി. ഇതിൻ്റെ ഉള്ളിൽ 380 കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ശരിക്കും ഒരു 380യുടെ ഒരു മ്യൂസിയം തന്നെ ആക്കി ഇവർ മാറ്റി എന്ന് പറയാം. ഇവിടെ ഒരു വേൾഡ് മാപ്പ്, വുഡിൻ്റെ വേൾഡ് മാപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 380യുടെ ആ ഒരു മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. വാ, അടിപൊളി എന്തല്ലേ! നമ്മുടെ എമിറേറ്റ്സിലൊക്കെ ഇതേപോലത്തെ ബാർ കൗണ്ടേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം യാത്ര ചെയ്ത് ഞാൻ അത് കാണിച്ചു തരാം. അങ്ങനെ 380 വിമാനത്തിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ. 380 വിമാനത്തിൻ്റെ ഉള്ളിലെ ബാർ കൗണ്ടറാണ് ഈ കാണുന്നത്. ഈ സീറ്റ് കണ്ടില്ലേ? പക്ഷേ ഈ സീറ്റ് ഒരിക്കലും ഒരു റിയൽ വിമാനത്തിൽ വെക്കാൻ പറ്റില്ല. ഇത് മറ്റേ പ്രോട്ടോടൈപ്പ് സീറ്റുകളാണെന്ന് തോന്നുന്നു. ലൈഫ് ഫ്ലാറ്റ് ബെഡായിട്ട് കിടക്കാം. അപ്പുറത്ത് ഇങ്ങനത്തെ സീറ്റൊക്കെ വെച്ച് കഴിഞ്ഞ് ഇറക്കി കഴിഞ്ഞാൽ അത് വൻ ശോകമായിരിക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇവർ ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സീറ്റുകളാണ്. പ്രോട്ടോടൈപ്പ് സീറ്റുകളായിരിക്കണം മിക്കവാറും. ഇവിടെ ബാക്കിലും നമുക്ക് കുറച്ച് സീറ്റുകൾ കാണാം. ഇത് നമ്മൾ എയർപോർട്ടിലൊക്കെ ഇരിക്കുന്ന പോലത്തെ തന്നെ, അല്ലെങ്കിൽ അതുപോലത്തെ സീറ്റാണ് കേട്ടോ. എക്കണോമി ക്ലാസ് ചുമ്മാ കൺസെപ്റ്റ് കാണിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ പുറകിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഇത് നീളമല്ലേ? ഇതിന് ഭയങ്കര നീളം കേട്ടോ. ഇതെന്താ ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ലോഞ്ച് ഏരിയ പോലെയുണ്ട്. ഇവിടെയുണ്ട് ചെറിയൊരു ബാർ ഏരിയ സെറ്റപ്പ് ഒക്കെ. നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ താഴേക്ക് പോകാം. പുറകെ കൂടെ ഈ കാണുന്ന സ്റ്റെപ്പിൽ കൂടെ we will go down. ഡൗണിലേക്ക് വരുമ്പോഴത്തേക്കിനും വാട്ട് വി ക്യാൻ സീ ഹിയർ. ഇവിടെ നമുക്കൊരു ഇതുപോലെയുള്ളൊരു സംഭവം. ഇത് പുറകിലത്തെ എക്സിറ്റ്. ഒരു വിൻഡോയുടെ ഉള്ളിൽ ഇൻ്റർസെക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്നാണ്. ഇപ്പോൾ ഇതിനകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പഴയ TV ഇല്ലേ, ആ TV-യുടെ ഒരു പിക്ചർ ട്യൂബുള്ള TV ഇല്ലായിരുന്നോ, അതേപോലെയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുമ്പോഴത്തേക്കിനും വിമാനത്തിൻ്റെ ഉൾഭാഗം സീറ്റൊന്നും ഇല്ലാതെ കാണുമ്പോഴാണ് ഇതിന് എത്രത്തോളം വീതിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയും വീതിയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ കാണാം. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രോട്ടോടൈപ്പ് വിമാനങ്ങൾ പറത്താൻ പോകുമ്പോഴത്തേക്കിനും ഒറിജിനൽ പാസഞ്ചേഴ്സിനെ എടുത്ത് ഇവർക്ക് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ആ പാസഞ്ചേഴ്സ് വെച്ച് ട്രാവൽ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് എങ്ങനെയാണോ ഓടുന്നത് അതേപോലെയുള്ള കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് ചെയ്യും. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ബലാസ്റ്റ് കണ്ടെയ്നേഴ്സാണ്. ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് ഇതിനകത്ത് ശരിക്കും ഈ ഒരു പാസഞ്ചേഴ്സ് ഉള്ള വെയിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കണ്ടെയ്നേഴ്സ് ചെയ്യുന്നത്. പല ലോഡ് ടെസ്റ്റുകൾ ചെയ്യണമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഓരോ കണ്ടെയ്നറിനകത്തും ഇത്തരത്തിലുള്ള 123 കണ്ടെയ്നേഴ്സ് ഈ ഫ്ലൈറ്റിനകത്തുണ്ടാവും. ഓരോ കണ്ടെയ്നറിലും 330 ലിറ്റർ ഓഫ് വെള്ളം ഉണ്ടാവും എന്നാണ് പറയുന്നത്. വെള്ളം ആൻഡ് ഗ്ലൈക്കോൾ, ഈ രണ്ട് സാധനം മിക്സ് ചെയ്ത സാധനമാണ് ഉണ്ടാകുന്നത്. അത് പല ലൊക്കേഷൻസിലായിട്ട് ഇവർ വെക്കും ക്യാബിനകത്ത്. എന്നിട്ട് പല സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിയും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയൊക്കെയാണ് ഈ വിമാനം പറത്തി ഇതിൻ്റെ പല ടെസ്റ്റുകളും നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് ആ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന മെഷീനുകളാണ് നമ്മൾ ഈ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പല ഭാഗങ്ങളിലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫുൾ എന്താ പറയുക, സീറ്റും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളൊന്നും വെക്കത്തൊന്നുമില്ല. അത് ഒരു കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാവണോ അതേപോലെയുള്ള കുറേ സംഭവങ്ങൾ അതേപോലെ മിമിക്ക് ചെയ്തിട്ടാണ് ശരിക്കും ഈ ടെസ്റ്റുകളൊക്കെ പ്രോട്ടോടൈപ്പ് വിമാനങ്ങളിൽ ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആ ടെസ്റ്റുകൾക്ക് വേണ്ടി നിർമ്മിച്ച വിമാനം അതേപടി ഇവരെ വെച്ചിരിക്കുകയാണ് ഇവിടെ. 380 കണ്ടിറങ്ങി. അപ്പോൾ ഗുഡ് ബൈ 380. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് അവിടെ യുദ്ധവിമാനം കൂടെ ഇരിപ്പുണ്ട്, അതും കൂടെ പോയി കാണാം. നമ്മുടെ ആ മറ്റേ ഗപ്പി ഇല്ലേ, ഗപ്പി, ആ ഗപ്പിയുടെ താഴെ എയർബസ് ബെളൂഗ വെച്ചിരിക്കുന്നുണ്ടല്ലേ. എയർബസ് A300 600 ST ബെളൂഗ. ഇങ്ങനെയാണ് ബെളൂഗ ഇരിക്കുന്നത് കേട്ടോ. ബെളൂഗയുടെ ഡിസൈൻ വേറെ രീതിയിലാണ്, ഗപ്പി പോലെയല്ല. ഇതിങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ, ഇത് മാത്രം തുറക്കുന്ന രീതിയിലോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പരിപാടി. മ്യൂസിയം എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ദ മോസ്റ്റ് ടെംപ്റ്റിങ് ആൻഡ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്ക് ഈ എയർബസിൻ്റെ കുറേ വിമാനങ്ങളുടെ ഡിസൈനുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡൈക്കാസ്റ്റ് മോഡലും പ്ലാസ്റ്റിക് മോഡലും ഒക്കെ വാങ്ങാൻ കിട്ടും. എല്ലാത്തിനും 50 യൂറോ 80 യൂറോ അങ്ങനെ ആ പ്രൈസ്. അത്യാവശ്യം നല്ല കൊല്ലുന്ന റേറ്റാണ്. ഞാൻ എന്തായാലും 2 വാങ്ങിക്കും, എനിക്ക് വേണം. അങ്ങനെ നമ്മൾ എയറോസ്കോപ്പിയ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി. ഇതെല്ലാം കൂടെ ഏകദേശം 10-15,000 രൂപ സാധനമുണ്ട് ഗൈസ്. ഋഷിക്കുട്ടിനുള്ള കളിപ്പാട്ടവും എനിക്ക് എൻ്റെ കളക്ഷന് വേണ്ടിയുള്ള സാധനമൊക്കെ ആയിട്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു.
ഇത് കണ്ടോ, എയർബസിൻ്റെ 400 എന്നും പറഞ്ഞുകൊണ്ട് ഒരു മിലിറ്ററി പർപ്പസിന് വേണ്ടി കാർഗോ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവർ നിർമ്മിച്ചൊരു പ്രോട്ടോടൈപ്പ് വിമാനമാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, പക്ഷേ നമുക്കിതിവിടെ ഇങ്ങനെ നമുക്ക് ഇവിടെ പുറത്ത് വന്നിങ്ങനെ കാണാം. എയർബസ് ഫാക്ടറി ടൂറിന് വന്ന കുറേ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതൊരു ഗംഭീര സംഭവമാണ്. നമ്മൾ നേരത്തെയൊക്കെ കണ്ട വിമാനങ്ങളൊക്കെ പോലെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ 4 എഞ്ചിനുണ്ട്, പ്രൊപ്പല്ലർ എഞ്ചിനാണ്, ഇങ്ങനത്തെ സംഭവമാണ്. ഉണ്ടല്ലേ, ഒരു മിലിറ്ററി പർപ്പസിന് വേണ്ടി ചെയ്ത ഒരു അടിപൊളി വിമാനം. പൊളിയല്ലേ, നല്ല ലുക്കാണ് കാണാൻ. ഞാൻ വാങ്ങിച്ച സാധനങ്ങളോട് പറഞ്ഞുതരാം. ഇത് എയർബസ് A350F എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് ഉടനെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സാധനമാണ്. അടുത്ത വർഷം അല്ലെങ്കിൽ 2026 ലോഞ്ച് ചെയ്യും. സിംഗപ്പൂർ എയർലൈൻസിനായിരിക്കും ആദ്യം കൊടുക്കുന്നത്. മറ്റേ എയർബസ് 350,000-നേക്കാട്ടിൽ വലിയ ഒരു ഫ്രൈറ്റർ സാധനം, അത് ഫ്രൈറ്റർ എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനത്തെ ഒരു സാധനമാണത്, എയർബസ് 350F. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതൊക്കെ ഞാൻ നാട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം വേറെ സംഭവത്തിൽ. പിന്നെ നമ്മൾ ബെലൂഗ XL ഒരെണ്ണം വാങ്ങിച്ച്, വേണ്ട ബെലൂഗ ഇത് വാങ്ങണമല്ലോ എന്തായാലും, അവിടെ കിടപ്പുണ്ട് ബെലൂഗ ഒരെണ്ണം. പിന്നെ റഷിക്കൂട്ടിനെ കളിക്കാൻ വേണ്ടി ഒരു ടോയ് വാങ്ങിച്ച്, അത് അവന് മിക്കവാറും ഇത് അലമാരിക്കകത്ത് വെച്ചിട്ട് മറ്റേത് അവൻ അടിച്ച് മാറ്റാൻ സാധ്യതയുണ്ട്. ഇത് ഉണ്ടല്ലേ, ഇത് എയറോപ്ലെയിൻ ടോയ് ഋഷിക്കുട്ടിന് കളിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഒരു മാഗ്നറ്റും വാങ്ങിച്ചു. ഇതാണ് നമ്മുടെ മാഗ്നറ്റ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എയറോസ്കോപ്പിയ മ്യൂസിയം? അടിപൊളിയല്ലായിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക, കറക്റ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ മിസ് ചെയ്ത എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വിമാനം ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ നാളെ എയർബസിൻ്റെ ഫാക്ടറി കാണാൻ പോകുന്നുണ്ട്. ഇവിടെ തൊട്ട് മുമ്പ് പരിസരത്ത് തന്നെയാണ് എയർബസ് ഫാക്ടറി. അത് നാളെ ഇവിടെ തന്നെ വരണം. ഇവിടെ വന്നിട്ട് അവർ നമ്മളെ ബസ്സിൽ കൊണ്ടുപോകും, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. അപ്പോൾ എയർബസ് ഫാക്ടറി വിസിറ്റും പിന്നെ ബാക്കി ഇവിടെ തിരിഞ്ഞ് നടന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ കാണുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയർബസ് ഫാക്ടറിയിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറ്റുമെങ്കിൽ അത് കാണാം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാം. പിന്നെ നമ്മുടെ സുനീർ ഭായി, മൊറോക്കോയിലുള്ള നമ്മുടെ സുനീർ ഭായി ഇവിടെ അടുത്ത് ബാഴ്സലോണയിലുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് രാത്രിയിലോ നാളെയോ ഇവിടേക്ക് വരും. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ സുനീർ ഭായി ഒരു 2-3 ദിവസം എൻ്റെ കൂടെ ഉണ്ടാവും. സുനീർ ഭായി മാത്രമല്ല ഷംജിത് ഭായി ഉണ്ടാവും. അപ്പോൾ അവർ രണ്ടും കൂടെ കച്ചവടമാണല്ലോ, അവർ കച്ചവടക്കാരാണല്ലോ. ഇവിടെ അടുത്ത് എവിടെയുണ്ട്, ബാഴ്സലോണയിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അടുത്ത 2 രാജ്യമായ അൻഡോറയും സ്പെയിനും ഒരുമിച്ചായിരിക്കും പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് see you tomorrow. അതുവരേക്കും ബൈ.